തൃശ്ശൂരിൽ നിന്ന് നേരെ ഇനി പോകാനുള്ളത് ആലത്തൂരിലേക്കാണ്. ആലത്തൂർ ഞാൻ മുമ്പ് ചില മണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ടയായിരുന്നു. നിയമസഭയുടെ കണക്കെടുത്താലും ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ടയാണ്. പക്ഷെ കഴിഞ്ഞ തവണ പാട്ടും പാടി രമ്യ ഹരിദാസ് ജയിച്ച മണ്ഡലമാണ് UDF-ന് വേണ്ടി. തവണ രമ്യ ഹരിദാസിനെ തോൽപ്പിക്കാൻ കെ രാധാകൃഷ്ണൻ സംസ്ഥാനത്തെ ഏറ്റവും ജനകീയനായ നേതാവിനെ തന്നെ LDF കളത്തിലിറക്കുമ്പോൾ സരസു ടീച്ചർ എന്ന TN സരസു എന്ന കാൻഡിഡേറ്റിനെയാണ് NDA പഴയ പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലിനെയാണ് ഇറക്കിയിരിക്കുന്നത്. ആലത്തൂര് LDF ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുമ്പോഴും നോക്കൂ, 52.4% വോട്ടാണ് കഴിഞ്ഞ തവണ UDF-ന് കിട്ടിയത്. 36.8% വോട്ടാണ് PK ബിജുവിന് കിട്ടിയത്. അത്ര വലിയ മേൽക്കൈ, 1.5 ലക്ഷത്തിന് മുകളിലുള്ള മേൽക്കൈ ഉള്ള ഒരു മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് എങ്ങനെ തോൽക്കാനാണ്? പക്ഷേ ഞാൻ പറയുന്നു അവിടെ കെ രാധാകൃഷ്ണനാണ് സാധ്യത എന്നാണ്. 1,58,000 വോട്ടാണ് കഴിഞ്ഞ തവണ രമ്യയുടെ ഭൂരിപക്ഷം. അല്ല, അത് ഭൂരിപക്ഷമൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഭൂരിപക്ഷങ്ങളൊക്കെ മറിഞ്ഞ ചരിത്രം കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്, അങ്ങനെ പലതുമുണ്ട്. പക്ഷേ കെ രാധാകൃഷ്ണന് ആ മണ്ഡലം CPM-ന് വേണ്ടി തിരിച്ചു പിടിക്കാൻ കഴിയും. ഇതിനു മുൻപ് അവിടെ ഇപ്പോൾ രമ്യയ്ക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ പുതുതായിട്ട് വന്ന ഒരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, അവർ ഒരുപക്ഷെ ജനങ്ങളെ കയ്യിലെടുത്തത്, അങ്ങനെയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ 5 വർഷത്തിനിടയിൽ രമ്യ ഹരിദാസിനെതിരെ ഒരു എതിർവികാരവും പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്കിടയിൽ, കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം മറികടക്കാൻ കഴിയുന്ന രീതിയിൽ ജനങ്ങളുമായിട്ട് എത്രയോ നാളായിട്ടുള്ള ബന്ധം, അതായത് 1996 മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 96 ആദ്യം ജയിച്ച് മന്ത്രിയാകുന്നു. അന്ന് മുതൽ ചേലക്കരയുമായിട്ടുണ്ടായ ബന്ധം, മൊത്തത്തിൽ കേരളത്തിൽ കെ രാധാകൃഷ്ണനെ കുറിച്ചുള്ള ഇമേജ് എല്ലാം പരിഗണിക്കുമ്പോൾ കെ രാധാകൃഷ്ണൻ അവിടെ CPM-ന് വേണ്ടി ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എളുപ്പമല്ല. രമ്യ ഹരിദാസിന്റെ ആലത്തൂർ മണ്ഡലത്തിന് അതിൻ്റെതായിട്ടുള്ള ഇടത് സ്വഭാവങ്ങളൊക്കെയുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ചില മണ്ഡലങ്ങളിൽ ചിലർ കടന്നെത്തുമ്പോൾ അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്റ്റ്, ഈ പൊതുവെയുള്ള വികാരം എന്നതിനൊക്കെ അപ്പുറത്ത് രമ്യ ഹരിദാസിന് ആ മണ്ഡലത്തിന്റെ പലയിടത്തേക്കും വഴിവെട്ടി കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് കെ രാധാകൃഷ്ണൻ തീർച്ചയായും നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ മറികടക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. യെസ്, നമുക്ക് എക്സ്പേർട്സിനോട് ചോദിക്കാം. ഡോക്ടർ G. ഗോപകുമാർ, LDF കേരളത്തിൽ ഒരു സീറ്റ് ജയിക്കുന്നുണ്ടെങ്കിൽ ആ സീറ്റ് ആലത്തൂരായിരിക്കുമോ? എനിക്ക് തോന്നുന്നു അത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ച 2 കാര്യങ്ങളും വളരെ പ്രസക്തിയുള്ളതാണ്. ആലത്തൂർ മണ്ഡലത്തിൻ്റെ ചരിത്രപരമായ ഇടതുപക്ഷ പശ്ചാത്തലം, ഒരു നഷ്ടപ്പെട്ട അപൂർവ അവസരങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കെ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു നല്ലൊരു സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ സുപരിചിതനാണ്. അതോടൊപ്പം ജനങ്ങൾക്ക് ഏറ്റവും പ്രിയനായ ഒരു സ്ഥാനാർത്ഥി. ഇതിനപ്പുറം ഒരു നല്ല സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന് അവിടെ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പ്രകടനവും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിനെ കുറിച്ച് അറിയാവുന്ന ജനങ്ങളും തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ ഗണ്യമായ വോട്ട് വർധനയ്ക്ക് അവിടെ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തെ ലീഡും അന്നത്തെ UDF തരംഗവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് സ്ട്രെയിറ്റായിട്ട് BJPക്ക് ശബരിമല പ്രശ്നം കൊണ്ട് കുറച്ച് ബഹളമുണ്ടാക്കാനും കുറച്ച് പോപ്പുലാരിറ്റി കിട്ടാനും സാധിച്ചെങ്കിലും ഇത്തവണ ആ ബൈപ്പോളാറിസം കുറച്ച് മാറി ഒരു 3ാം മുന്നണിക്കും കൂടി പ്രസക്തി വന്ന ഒരു മത്സരമാണ് കേരളം ഒട്ടുക്ക് കാണുന്നത്. BJP തുല്യമായിട്ടല്ലെങ്കിലും കുറേശ്ശെ ജനകീയത വർദ്ധിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പശ്ചാത്തലം വരുമ്പോൾ UDF-നും രമ്യയ്ക്ക് കഴിഞ്ഞ തവണ ഉള്ളതുപോലത്തെ ഒരു ഇമേജ് ഇത്തവണ ഇല്ല. ഇവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു, ഒരുപാട് എതിർപ്പുണ്ടായി, മണ്ഡലത്തിലൊന്നും കാര്യമായ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം രമ്യക്കെതിരെ ഉണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ രാധാകൃഷ്ണനെ പോലത്തെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമാണോ? ഞാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യത കാണുന്നുണ്ട്. ഇടതുപക്ഷ അഡ്വാൻറ്റേജ് LDF ആണ് ഗോപകുമാർ സാർ പറയുന്നത്. റാഷിദിന് എന്ത് തോന്നുന്നു? 8.82% മാത്രമാണ് അവിടെ NDA വോട്ട് ഷെയർ. പക്ഷേ അത് TN സരസു 12-13 എങ്കിലും ആക്കി ഉയർത്തുമെന്ന ആത്മവിശ്വാസം അവിടെ ഉണ്ട്. രമ്യയുടെ വോട്ട് ഗണ്യമായി കുറയാനുള്ള സാഹചര്യം കാണുന്നുണ്ടോ റാഷിദ്? ഈ 2019 തെരഞ്ഞെടുപ്പിൽ ഒരു അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയായ ഒരാളാണ് രമ്യ ഹരിദാസ്. പക്ഷേങ്കിൽ അത് വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു രമ്യ ഹരിദാസ്. അതിൻ്റെ ഭാഗമായി ആ മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷകളായിരുന്നു രമ്യ ഹരിദാസിനെ കുറിച്ചുണ്ടായിരുന്നത്. പിൽക്കാലത്ത് അദ്ദേഹം MP ആയി ഒരു വനിത കൂടിയായിരുന്നു. ഒരു രമ്യ ഹരിദാസിന് വലിയ സ്വീകാര്യത കിട്ടിയിരുന്നു. പക്ഷേ പിൽക്കാലത്ത് MP ആയതിനു ശേഷം അവിടെ ആ മേഖല, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരിയായ രമ്യ, അവിടെ ഒരു മണ്ഡലത്തിലെ കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ വലിയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും രമ്യ അന്ന് ഉയർത്തിയ ആ വലിയ മാർജിൻ എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ പാനൽ മധു സാർ പറഞ്ഞതുപോലെ ഒരു വലിയ ലീഡാണ്. അപ്പോൾ അതിനെ മറികടന്ന് ജയത്തിലേക്ക് എത്തുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. എനിക്ക് അതൊരു
50-50 ചാൻസ് ഉള്ള ഒരു മണ്ഡലമായിട്ടാണ് ഞാൻ അഭിലാഷ് അതിനെ കാണുന്നത് ഇപ്പോൾ. യെസ്, 50-50 ചാൻസ് ഉള്ള മണ്ഡലമായിട്ടാണ് കാണുന്നത്. എന്തായാലും ആലത്തൂര് ഇത്തവണ കൗതുകകരമായ രാഷ്ട്രീയ പോരാട്ടത്തിന് അരങ്ങ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം രമ്യ ഹരിദാസിന് ഉണ്ടാവുമെന്ന് ആരും കരുതുന്നില്ല. കേരളത്തിൽ അഡ്വാൻറ്റേജ് LDF എന്ന് പറയാവുന്ന മണ്ഡലങ്ങളിൽ ചുരുക്കം ചില മണ്ഡലമായി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആലത്തൂർ മാറിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ 100% LDF എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാത്തിരുന്ന് കാണാം. 4-ാം തീയതി ഇതിനൊക്കെ ഉത്തരം കിട്ടുമല്ലോ.